നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ മുളപ്പിച്ച തോരൻ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാവേ. ഇത് നമുക്ക് മുളപ്പിച്ച ചെറുപയർ എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഇതിപ്പോൾ ആവി കയറ്റിയെടുത്ത ചെറുപയറാണ്. ചെറുപയർ എന്ന് പറഞ്ഞാൽ ഇത് കിളിപ്പിച്ചായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ആവി കയറ്റി എടുത്താണ്. അതിൻ്റെ ബാക്കി വന്ന ചെറുപയർ കിളിപ്പിച്ചാണ് ഇത്. അപ്പം ഇത് പകുതി ഒരു കാ ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി മതി കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളി നമ്മൾ ഇടിച്ചിട്ടെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതായത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്ക് എരിവിന് വേണ്ടി വേണേൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇടിച്ച മുളകാണ് എടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ സവാളയുടെ ഒത്തിരി ഒന്നും വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കിളിപ്പിച്ച പയറായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവി കയറ്റി എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനപ്പോൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ആവി കയറ്റി എടുത്തത്. അപ്പോൾ ഒന്ന് പകുതി വെന്തിരിക്കുകയാണ്. ഈ സവാളയുടെ ഒന്ന് പച്ചമണം മാറിയ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ ഇപ്പം നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാതെ നമുക്കിതൊന്ന് മെഴുക്കുവരട്ടി പോലെ ആക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇച്ചിരി നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്വല്പം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി പയറിട്ട് കൊടുക്കാം. ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് പയർ കിളിപ്പിച്ചത്. നന്നായിട്ട് 2 ദിവസം കൊണ്ട് കിളുത്തതാണ് ഇത് കേട്ടോ. കിളുത്തിട്ട് കഴിക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ ഉള്ളതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടൊരു വിഭവമാണ് ഇത്. സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ കിളിപ്പിച്ചിട്ട് തന്നെ കഴിക്കാം. അതിന് പച്ചയോട് കൂടി. പക്ഷേ അതൊക്കെ ചിലർക്ക് ഗ്യാസ് ഒക്കെ പ്രോബ്ലം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ആവി കയറ്റി എടുക്കുവാണെങ്കിൽ അത്രയും കുഴപ്പം വരത്തില്ല. അപ്പോൾ ഇങ്ങനെ തോരനൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളിയൊക്കെ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഒത്തിരി നേരമായിട്ട് വേവിക്കണ്ട കേട്ടോ. ഇപ്പം റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.